നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാട്ടുതുമ്പയെക്കുറിച്ചാണ്. ലാമിയേസി കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ലൂക്കസ് വെസ്റ്റിറ്റ എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ അധോപുഷ്പി, ദ്രോണപുഷ്പി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. തുമ്പയോട് സാദൃശ്യമുള്ളതും എന്നാൽ എള്ളുചെടിയുടെ ഘടനയുള്ളതുമായ ഈ സസ്യം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം 1 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ ഇലയ്ക്ക് ഏകദേശം 7 സെൻറ്റിമീറ്ററോളം നീളം വരും. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും രോമാവൃതമാണ്. ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗവും സുഗന്ധപൂരിതമാണ്. പൂക്കൾ വെളുത്ത നിറത്തിൽ തുമ്പയോട് സാദൃശ്യമുള്ളതായി കാണപ്പെടുന്നു. പൂത്തണ്ടിനും ഇലക്കക്ഷത്തിനും ഇടയ്ക്കായി പല്ലുപോലുള്ള ഭാഗങ്ങളും ഈ സസ്യത്തിന് കാണപ്പെടുന്നുണ്ട്. ആഗസ്റ്റ് മാസങ്ങളിലാണ് ഈ സസ്യത്തിൻ്റെ പൂക്കാലം. ഈ സസ്യത്തിന് ഈർപ്പമുള്ള മണ്ണാണ് ഏറ്റവും അനുയോജ്യം. കടും ചൂടിൽ ഇതിൻ്റെ ഇലകൾ വാടിത്തളർന്ന് തണ്ടിനോട് ചേർന്ന് കാണപ്പെടുന്നു. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. വിത്തുമൂലമാണ് ഇതിൻ്റെ പുനരുൽപാദനം നടത്തുന്നത്. ഇലയിൽ ബാഷ്പശീലമുള്ള ഒരു തൈലവും അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിൽ സന്ധിഗതവാദം, ആമവാദം തുടങ്ങിയ വാദസംബന്ധമായ അസുഖങ്ങളിൽ നീരും വേദനയും കുറയ്ക്കാനായി ഇത് ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ കാട്ടുതുമ്പിയാണെങ്കിലും വളരെ ഔഷധ ഗുണമുണ്ട്. ഇപ്പോൾ കാട്ടുചെടിയാണെങ്കിലും അതിലൊരു പ്രധാനപ്പെട്ട ഘടകം അത് ഈ നെർവസ് സിസ്റ്റത്തിനെ ക്രമേണ ഈ സ്റ്റിമുലേറ്റ് ചെയ്യും, ലേശം ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഈ വേദനയുള്ള ഭാഗത്ത് ഈ കാട്ടുതുമ്പ വെള്ളത്തിൽ അരച്ചങ്ങോട്ട് പുരട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും വേദനയ്ക്ക് ശമനം കിട്ടും. നമ്മൾ ഈ വിക്സും ഇതൊക്കെ പറ്റുന്നേക്കാൾ നല്ലത് ഇത് അരച്ച് പരട്ടിക്കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ രക്തവാദം വന്നിട്ട് ഈ മുട്ടിങ്ങനെ കുടം കെട്ടുന്നൊരു കണ്ടീഷനുണ്ട്, നീര് വന്ന് വീർക്കുക, ആമവാദം എന്നൊക്കെ പറയാം. അങ്ങനെ കണ്ടീഷനിൽ ഈ മുട്ടിൽ നീര് വന്നിങ്ങനെ വീർക്കുന്ന സമയത്ത് ഈ കാട്ടുതുമ്പ അരിക്കാടിയിൽ അരച്ച് പേസ്റ്റാക്കിയിട്ട് ലേപനം ചെയ്യുക. 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. അങ്ങനെ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നീരും വേദനയും പെട്ടെന്ന് ശമിക്കും. പിന്നെ ഇതിൽ ഈ വായപ്പുണ്ണുള്ള ആൾക്കാർക്ക് ഇത് കഷായം വെച്ചിട്ട് ഇങ്ങനെ കുലുക്കുഴിഞ്ഞ് വേദന ഉണ്ട്. ഈ വായപ്പുണ്ണ് ചിലർക്ക് നല്ല വേദന ഉണ്ടാവും. അപ്പോൾ ഈ കാട്ടുതുമ്പ കഷായം വെച്ചിട്ട് കുലുക്കൊഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറയും. പിന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ ചിക്കൻ കുനിയൊക്കെ വന്നിട്ട് വേദനയുള്ള ഭാഗത്ത് ഈ ജോസന്ധിക്കളും മയാൾജി എന്ന് പറയും, മസിലിനൊക്കെ വേദന ഉണ്ടെങ്കിൽ ഇത് വെച്ച് കഷായം ചെയ്തിട്ട് ഇങ്ങനെ അതിൽ കുളിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ വേദന പെട്ടെന്ന് കുറയും.